Hello friends, welcome to my channel. My name is Jay Johnson C. എല്ലാവർക്കും സന്തോഷം വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അധികമായ പ്രതീക്ഷ. നമ്മൾ ഒരു കാര്യത്തിനെ നമ്മൾ അതിനെ കുറിച്ച് മിതമായി ഒരു പ്രതീക്ഷ വെച്ച് കൊടുത്താണ് നമുക്ക് ആ ഒരു ഇത് വന്നു ചേർന്നാൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പലവിധ മനക്കോട്ടകൾ അല്ലെങ്കിൽ പലവിധ പ്ലാനുകൾ നമ്മൾ ചെയ്യും. എന്നാൽ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാളും അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത്രയ്ക്ക് പോലും വരാത്ത രീതിയിലേക്ക് ആ ഒരു കാര്യം, ആ ഒരു പ്രതീക്ഷ ചിലപ്പോൾ നമ്മൾ എത്തിച്ചേർന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഡിസപ്പോയിന്റഡ് ആയി അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വലിയ ഉത്കണ്ഠ ഉള്ളവരായി നമ്മൾ മാറുന്നതായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സമൂഹത്തിൽ നമ്മളത് കൂടുതലായി കാണുന്നുണ്ട്. പലർക്കും പലവിധ ഒരു ചെറിയ ഒരു സാധ്യത വന്നാൽ പോലും വളരെയധികം ഓവറായുള്ള പ്രതീക്ഷയാണ് നമ്മളതിനെ കാണുന്നത്. നമുക്കത് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് ഇത് പലവിധമായ കാര്യങ്ങൾ കൂടിയാണ് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ വന്ന് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ ഇതിലേക്ക് എത്തുന്നില്ല എന്ന ഒരു തോന്നലിൽ കൂടി നമ്മൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്നതായും കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ സന്ദർഭങ്ങളിൽ നമ്മൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇതിനൊരു പ്രതീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു 4 ചുറ്റുഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഒരു 360 ഡിഗ്രി നമ്മൾ ചിന്തിച്ച് അത് നമുക്ക് ആ പ്രതീക്ഷത്തിൽ എത്തിയില്ലെങ്കിൽ എന്താണ് വേണ്ടത്, പ്രതീക്ഷ എത്തിയാൽ എങ്ങനെയാണ്, വലിയ ഒരു ഓവർ തിങ്കിങ്ങോ അല്ലെങ്കിൽ വലിയ ഒരു പ്രതീക്ഷയോ വയ്ക്കാതെ സാധാരണ രീതിയിൽ അതിന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എൻ്റെ ഈ വീഡിയോ കാണാൻ എല്ലാവർക്കും സാധിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് എല്ലാത്തിനെയും ഒരു സമചിത്തതയോടെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതാണ് ഇത് ഏറ്റവും വലിയൊരു കാര്യം. നമ്മളൊരു പക്വതയുള്ള ഒരു മനസ്സിനോടും അല്ലെങ്കിൽ പക്വതയുള്ള ജീവിത രീതി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഏതു കാര്യത്തിനും നമ്മൾ ആ ഒരു ചിന്തയിൽ കൂടെ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടെ നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ എല്ലാ പ്രവൃത്തി മേഖലകളിലും നമുക്കത് കാണിക്കാനായിട്ട് പറ്റും. നമ്മൾ ആ ഒരു ഇത് പതുക്കെ പതുക്കെ നമ്മൾ സ്വായത്തമാക്കാനായിട്ട് നമ്മുടെ ഭാഗത്തൊരു ശ്രമം നടത്തിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും പല വ്യക്തികളും ഓൾറെഡി ഇങ്ങനത്തെ രീതിയിൽ പോകുന്ന ആൾക്കാരും ആയിരിക്കാം, അല്ലായിരിക്കാം. ഇനി അല്ലാത്തവർക്ക് ഈ ഒരു വീഡിയോ ഒരു ഇൻസ്പിറേഷൻ ആകും. അതാണ് ഞാൻ ഈ വീഡിയോ ഏറ്റവും വലിയ എൻ്റെ ഒരു ഉദ്ദേശശുദ്ധി. അപ്പോൾ നമ്മൾ ഇതിനെ ലഘൂകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമിതമായ പ്രതീക്ഷ നമ്മളെ ഒരു തരത്തിലുള്ള ഡിസ്സാറ്റിസ്ഫിക്കേഷനിലേക്ക് നമ്മളത് കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അമിത പ്രതീക്ഷയേക്കാൾ ഉപരി നമ്മുടെ ആ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം നമ്മളെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു മനസ്സ് മടുക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ദീർഘവീക്ഷണം കൂടി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എല്ലാ പ്രതീക്ഷകളുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഫ്യൂച്ചറിലുള്ള ഒരു പ്ലാനുകൾ, ഫ്യൂച്ചറിലുള്ള പലവിധ പദ്ധതികൾ എല്ലാം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എല്ലാവിധ പ്രതീക്ഷകളും അല്ലെങ്കിൽ എല്ലാവിധ പ്ലാനുകളും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അത് നമുക്ക് സംഭവിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മുടെ പ്രതീക്ഷയ്ക്ക് എന്താണ് അതിൻ്റെ ബദലായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് എപ്പോഴും നമ്മൾ അതിന് മുൻകരുതൽ എപ്പോഴും കണ്ടെത്തിയിരിക്കണം. എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതിനായി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നു. നമ്മൾ ആ ഒരു